നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ്. നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വേൾഡ് വൈഡ് കളക്ഷൻസ് ഒന്നും തന്നെ ലഭ്യമായിരുന്നില്ല. നമുക്ക് കിട്ടുന്നത് മൊത്തം കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള കണക്കുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ വേൾഡ് വൈഡ് കണക്ക് ലഭ്യമായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോയി കഴിഞ്ഞാൽ 300 കോടി എന്ന് പറയുന്ന മാർജിനിലേക്ക് എത്തുമോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പക്ഷെ ഒരു കാര്യം ഉറപ്പ് എനിക്ക് പറയാൻ സാധിക്കും, 250 കോടി എന്ന് പറയുന്ന മാർജിൻ വളരെ ഈസി ആയിട്ട് തന്നെ ഈ സിനിമ അച്ചീവ് ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പ് തന്നെ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് 8 ദിവസം വരെയുള്ള കണക്കുകളാണ് ലഭ്യമായിരിക്കുന്നത്. 8 ദിവസം പിന്നിടുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഇതുവരെ 80,70,00,000 രൂപയോളം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 81 കോടി എന്ന് നമുക്ക് റൗണ്ട് ചെയ്ത് പറയാൻ സാധിക്കും. ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് കേരളത്തിന് പുറത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം കൂടി കൂട്ടി 8 ദിവസം കൊണ്ട് ഈ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ച് 103,25,00,000 രൂപയാണ്. 103,25,00,000 രൂപ ഇന്ത്യക്ക് മൊത്തം സ്റ്റേറ്റുകളിൽ നിന്ന് നേടിയെന്ന് പറയുമ്പോൾ 80 കോടി രൂപയോളം ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് വന്നിട്ടുണ്ട്. ഏകദേശം 10 കോടി രൂപയോളം കർണാടക ബോക്സ് ഓഫീസ് വന്നിട്ടുണ്ട്. ഒരു 8 കോടിക്ക് അടുത്ത് തമിഴ്നാട് ബോക്സ് ഓഫീസ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലായിടത്തുനിന്നും കൂടി കൂട്ടി ഒരു 5 കോടി രൂപയുടെ അടുത്ത റേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ എന്നാണ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് എന്നുള്ളത് ബാക്കി ഡീറ്റെയിൽസ് വരുമ്പോൾ കാണാൻ സാധിക്കും. എന്ത് തന്നെയാലും ഇതിനകത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇതുവരെ കിട്ടിയ കണക്കുകൾ വെച്ച് നോക്കുന്ന സമയത്ത് റെസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ റേഞ്ചിൽ ഏകദേശം 8-9 കോടി രൂപയോളം എത്തിയിരുന്നു. അതുകൂടി വരുന്ന സമയത്ത് 103 കണ്ടാൽ പോരാ, 107, 108 അടുത്ത് വരേണ്ടതാണ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ ഇന്ത്യൻ കണക്ക് എത്രത്തോളം സത്യമുണ്ട് എന്ന് എനിക്ക് അറിയത്തില്ല. 103,25,00,000 രൂപ എന്നാണ് കാണാൻ സാധിക്കുന്നത്. 8 ദിവസത്തെ ഓവർസീസ് കണക്ക് 133 കോടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 133 കോടി രൂപ വിദേശ മാർക്കറ്റുകളിൽ നിന്ന് മാത്രം ലഭിച്ച സിനിമ. ചിത്രത്തിന് 50 കോടിക്ക് മുകളിൽ ഷെയർ മാത്രം ലഭിച്ചു എന്നുള്ള വാർത്ത നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കുന്ന സമയത്ത് 8 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് വന്നിരിക്കുന്നത് 236,25,00,000 രൂപയാണ് എന്നുള്ളത് കൂടി ഇവിടെ എടുത്ത് പറയേണ്ടതാണ്. 236,25,00,000 രൂപ 8 ദിവസം കൊണ്ട് പിന്നിട്ട സിനിമയ്ക്ക് ഇനിയും ഒരു 8 ദിവസത്തിന്റെ ഒരു 7 ദിവസത്തിന്റെ കളക്ഷൻ കൂടി ഫ്രീ ആയിട്ട് ബാക്കി കിടക്കുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതുകൂടി കൂട്ടുന്ന സമയത്ത് ചിത്രം 300 കോടിയിലേക്ക് എത്തുമോ അതോ 250 ഒതുങ്ങുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. 250 പിന്നിടും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. 260 പിന്നിടും എന്നുള്ള കാര്യവും എനിക്ക് ഉറപ്പ് പറയാൻ സാധിക്കും. പിന്നീടുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല 300 കോടിയിലേക്ക് എത്താനുള്ള ഒരു പവർ ഈ സിനിമയ്ക്ക് അടുത്ത ആഴ്ച കിട്ടുമെന്നുള്ളത്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്.